മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വീണ്ടും മാത്യു കുഴൽനാടൻ രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം വാർത്താ സമ്മേളനത്തിലൂടെ നിരവധി ആരോപണങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉന്നയിക്കുന്നത്. ഇത്തവണയെങ്കിലും മുഖ്യമന്ത്രിയെ കൊടുക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് മാത്യു കുഴൽനാടൻ ആരോപണങ്ങളുമായി എത്തിയിരിക്കുന്നത്. കുറച്ചധിക കാലമായി മാസപ്പടി വിവാദവും മുഖ്യമന്ത്രി പിണറായി വിജയനും വീണ വിജയനുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും തന്നെ മാത്യു കുഴൽനാടൻ കുത്തിപ്പൊക്കിക്കൊണ്ട് മാധ്യമങ്ങളെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നതൊക്കെ കഴിഞ്ഞ കുറെ നാളുകളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ മാസപ്പടി വിവാദത്തിൽ CMRL കമ്പനിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഹായിച്ചതായി ഉള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ആരോപണങ്ങളാണ് മാത്യു കുഴൽനാടൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിനെതിരെയുള്ള തെളിവുകളും ഒക്കെ അദ്ദേഹം നിരത്തുന്നതായി കാണാം. ഇവിടെ മാത്യു കുഴൽനാടൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ 100 കോടി രൂപ കൈപ്പറ്റിയിരിക്കുന്നതായാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഇത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിലൂടെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ തെളിവുകളും മറ്റും നിരത്തിക്കൊണ്ട് അദ്ദേഹം തെളിയിക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുത എന്തെന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ ഒരു കേസിൽ, മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹമാണ് പ്രതി എന്നാണ്. മറിച്ച് അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയൻ അല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് മാത്യു കുഴൽനാടൻ ഇതിലൂടെ. യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും അതുപോലെ അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയനെ എന്തിനാണ് ഇത്തരത്തിൽ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മാത്യു കുഴൽനാടൻ പറയുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് തന്റെ മകളെ ഇത്തരത്തിൽ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത്? വീണ വിജയൻ കാണിച്ച അഴിമതി താരതമ്യേന ചെറുതാണ്, മുഖ്യമന്ത്രിയാണ് യഥാർത്ഥ പ്രതി എന്നാണ് മാത്യു കുഴൽനാടൻ ഊന്നി പറയുന്നത്. ഇതിനു മുൻപും മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട കേസിൽ ആരോപണങ്ങളുമായി മാത്യു കുഴൽനാടൻ രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴത്തെ അതിലും ഗുരുതരമായ ആരോപണങ്ങളും തെളിവുകളുമായി ആണ് ഇത്തവണ മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളെ കാണാനായി എത്തിയിരിക്കുന്നത്. ഈ കമ്പനിക്ക് വേണ്ടി മൂന്നാമത്തെ വട്ടവും മുഖ്യമന്ത്രി ഔട്ട് ഓഫ് ദ വേ ഇല്ലീഗലി ഇടപെട്ട് അവരുടെ ഭൂമി സംരക്ഷിക്കും. പക്ഷേ ഇതിപ്പോ ഈ പ്രപ്പോസല് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുകയും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഒരു 1 ലൈൻ റീസൺ കാണിച്ച് കമ്പനിയുടെ ഈ ഭൂമി സംബന്ധിച്ച് കേസ് നിലവിൽ ഉള്ളതിനാൽ ഏറ്റവും കൾമിനേറ്റ് നിൽക്കുന്ന അവിടെയാണ്. ഞാൻ കാണിച്ചു തരാം. സൂചനയിലേക്ക് ഒരു സെക്കൻഡ് സൂചനയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നത് KREML കമ്പനി ഭൂപരിധി ഇളവിനായി അപേക്ഷിച്ചിട്ടുള്ള ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴ വില്ലേജിൽ ഭൂമിയിൽ കാർത്തികപ്പള്ളി താലൂക്ക് ബോർഡ് മുമ്പായ സീലിംഗ് കേസ് ഉള്ളതിനാൽ കേരള ഭൂപരിഷ്കരണ നിയമം പ്രകാരം കേരള റെയർസ് ലിമിറ്റഡ് കമ്പനിക്ക് ഭൂവിളവ് പരിധി അനുവദിക്കാൻ നിർവാഹമില്ല എന്ന് ഒരു അറിയിച്ചുള്ളൂ. അപ്പൊ ആ ഒരു സിംഗിൾ റീസൺ പറഞ്ഞ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോഴും അത് നിഷേധിച്ചിട്ടുണ്ട്. ദേ ആർ ഓപ്പണിംഗ് എ വേ ഫോർ എ ലീഗൽ ഫൈറ്റ്. കമ്പനിക്ക് സ്വാഭാവികമായിട്ടും ഇതിന്റെ പേരിൽ കോടതി പോകാം. കോടതി പോയി കഴിഞ്ഞാൽ കോടതി പരിഗണിക്കുന്നത് ഒരു ആസ്പെക്റ്റാണ്. അതായത് നിലവിൽ ജില്ലാ സമിതി ശുപാർശ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ. ജില്ലാ സമിതി ശുപാർശ ചെയ്ത് റൈറ്റ് ഓർ റോങ്, ജില്ലാ സമിതി ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ഹാസ് നോ അതർ ഓപ്ഷൻ ദാൻ ടു അക്സെപ്റ്റ് ഇറ്റ്. അല്ലെങ്കിൽ റീസൺ വേണം. ഒരു കേസ് പെൻഡിങ് ഉണ്ട് എന്നത് ആ ഒരു എക്സംപ്ഷൻ കൊടുക്കാതിരിക്കാനുള്ള വാലിഡ് റീസൺ അല്ല. വാലിഡ് അല്ലാത്ത ഒരു റീസണിൽ ഒരു റിജക്ഷൻ ലെറ്റർ നൽകുകയും അത് കമ്പനി കോടതിയിൽ ചലഞ്ച് ചെയ്യുകയും ഈ ജില്ലാ സമിതിയുടെ ശുപാർശ പ്രകാരം ഇതിന് എലിജിബിൾ ആണെന്ന് കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങുകയും ചെയ്യുക എന്നതാണ് ദ ഡിസൈൻഡ് കറപ്ഷൻ. CM has spearheaded the whole thing. മുഖ്യമന്ത്രിയാണ് ഇതിന് എല്ലാം വഴിയൊരുക്കുകയും നേരിട്ട് ഇടപെടുകയും ഈ സാഹചര്യങ്ങളെല്ലാം ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. മുമ്പ് റിജക്റ്റ് ചെയ്ത ആ കളക്ടർ മാറി ഏകദേശം 1 വർഷത്തെ താഴത്തേക്ക് ഒരു കളക്ടർ വരികയും ആ സമിതി യോഗം കൂടുകയും ഈ ശുപാർശ നൽകുകയും ചെയ്തു. ഈ CMRLന്റെ പേരിലുള്ള ഭൂമിയിൽ മൈനിങ് ആരംഭിക്കാൻ പരിശ്രമിച്ചു. അത് നടന്നില്ല. അവർക്ക് മണ്ണ് ലഭിക്കുന്നതിന് അനധികൃതമായി തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് മണ്ണെടുത്ത് KMML നൽകി അതുവഴി എലിമിനേറ്റ് ലഭ്യമാക്കി അവരുടെ ഭൂമി നഷ്ടപ്പെടുമെന്ന് വന്നപ്പോൾ CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇന്നും നിയമസഭയിലൊക്കെ പറയുമ്പോൾ അഭിമാനത്തോടു കൂടി പറയുന്ന കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് അതിന് മുമ്പ് ഓൾറെഡി അത് ഡൈല്യൂട്ട് ചെയ്യാനുള്ള ലോ അമെൻമെന്റ് വരെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടിയിട്ട് ജില്ലാ സമിതിയുടെ ശുപാർശ അനുകൂലമായി 50 ഏക്കർ സ്ഥലം അവർക്ക് എക്സംഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശുപാർശ ലഭ്യമാക്കി. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ മാസപ്പടി വിഷയത്തിൽ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മളെല്ലാവരും, ഒരുപക്ഷെ ഞാൻ വേട്ടയാടുന്നതെന്ന് ഞാൻ പറയുന്നില്ല, നമ്മളെല്ലാവരും ചേസ് ചെയ്യുന്നത്
വീണ വിജയന്റെ ആക്ടിവിറ്റീസിനെയാണ്. അതുപോലെ തന്നെ മുൻപ് പി രാജീവും അതുപോലെ തന്നെ എം ബി രാജേഷും ഒക്കെ മാത്യു കുഴൽനാടനെതിരെ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പോളിസി എന്ന് പറയുന്നത് ഹിറ്റ് ആൻഡ് റൺ ആണ് എന്നൊക്കെ തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നു. ഇതിനോടൊക്കെ മാത്യു കുഴൽനാടൻ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കുന്നുണ്ട്. പി രാജീവിനെയും എം ബി രാജേഷിനെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. അവർ ചോദിക്കുന്ന ഏതൊരു ചോദ്യത്തിനും താൻ മറുപടി പറയാം, അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം തനിക്ക് ഉത്തരമുണ്ട്, അതിനെ നേരിടാൻ താൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ രണ്ടുപേരെയും അദ്ദേഹം മാത്യു കുഴൽനാടൻ വെല്ലുവിളിക്കുന്നുമുണ്ട്. പി രാജീവിന്റെ ചോദ്യങ്ങളിൽ നിന്ന് മാത്യു കുഴൽനാടൻ ഒളിച്ചോടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല നിരവധി രേഖകൾ, അതായത് മിനിറ്റ്സ് ഒക്കെ വാർത്താ സമ്മേളനത്തിൽ കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഒരു കേസിൽ, ഇത്രയും വിവാദമായി നിൽക്കുന്ന, കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഈ ഒരു കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രതി. അദ്ദേഹം കുറ്റം സമ്മതിക്കണമെന്നാണ് മാത്യു കുഴൽനാടൻ ഇതിലൂടെ പറയുന്നത്. അതേസമയം അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളോടൊന്നും എം ബി രാജേഷോ അല്ലെങ്കിൽ പി രാജീവോ മുഖ്യമന്ത്രി ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് മാത്യു കുഴൽനാടൻ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിന് മുഖ്യമന്ത്രി എന്ത് മറുപടി പറയും എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്.